ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജ് വെലോസിറ്റി എന്താണ്, ആവറേജ് സ്പീഡ് എന്താണെന്നൊക്കെ പഠിച്ചതാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഇപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെലിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആവറേജ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് ആ ടേമിൽ തന്നെ ഉണ്ട്. വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോരു വെലോസിറ്റി ആയിരിക്കില്ലേ? എപ്പോഴും കോൺസ്റ്റൻ്റ് വെലോസിറ്റി ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മൾ പറയുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇറ്റ് ഈസ് ദി വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് നിങ്ങളോട് ചോദിച്ചത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി ഇൻസ്റ്റൻറ്റേനിയസ് അല്ലേ? വി ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇത് ലിമിറ്റാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഞാൻ പറയാം. അതായത് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ആവറേജ് വെലോസിറ്റിയാണ് അല്ലേ? ചേഞ്ച് ഇൻ പൊസിഷൻ ടോട്ടൽ അല്ലേ? ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവൽ, ടൈം ടേക്കൺ. അതിന് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി വെൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 അല്ലേ? ആവറേജ് വെലോസിറ്റി വെൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കാം. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡെൽറ്റ ടി എന്നുള്ള ടൈം ഇൻ്റർവെൽ അല്ലേ? ആ ചെറിയ ഡെൽറ്റ ടി എന്നുള്ള ടൈം ഇൻ്റർവെൽ ഇൻഫിനിറ്റിസിമലി സ്മോൾ, അത്രയും ചെറുതാക്കി എടുക്കുക. വളരെ ചെറുതാക്കി എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അത് നമ്മൾ മാത്തമാറ്റിക്കൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? വി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. Or it is the average velocity as when delta t, time interval delta t is infinitesimally small. അത്രയും ചെറുതായിരിക്കുമ്പോഴുള്ള വെലോസിറ്റി. അത്രയും ചെറുതായിരിക്കുന്നതിന് നമ്മൾ പറയുന്ന വേർഡാണ് ഇൻഫിനിറ്റിസിമലി. ഓക്കെ, അപ്പോൾ അത്രയും ചെറുതായിരിക്കുമ്പോഴുള്ള ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന വേർഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇതിങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ലിമിറ്റ്, അതേപോലെ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാകും. കാരണം നിങ്ങൾ ഇതുവരെ അത് പഠിച്ചിട്ടില്ല. പക്ഷേ ഈ മാത്തമാറ്റിക്സിൽ നമുക്ക് +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ലിമിറ്റ് +1 തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അതിനെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ രീതിയിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. ഫിസിക്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് വെലോസിറ്റി, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നതെങ്കിൽ നമ്മൾ ഗ്രാഫ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യും. അതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഫ്രം പൊസിഷൻ ടൈം ഗ്രാഫ്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൽ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണണമെങ്കിൽ, പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുക. അത് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ ആ പോയിന്റിൽ എന്തെടുത്താൽ മതി? പൊസിഷൻ ടൈം ഗ്രാഫിൽ ആ പോയിന്റിലുള്ള സ്ലോപ്പ് എടുത്താൽ മതി. സോ സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ്
slope of the position time graph. Slope of the position time graph represents instantaneous velocity. Slope of the position time graph represents instantaneous velocity. അപ്പോൾ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, dx/dt. അതേപോലെ നമുക്ക് എന്തെടുക്കാം, സ്ലോപ്പ് എടുത്താൽ മതി, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇനി നമ്മളൊരു കേസിൽ ഒരു വെലോസിറ്റി എന്ന് വെറുതെ പറയുകയാണെങ്കിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ആവറേജ് വെലോസിറ്റി അല്ല, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് പറയണം, ആവറേജ് വെലോസിറ്റി എന്ന് തന്നെ പറയണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്താണെന്ന് പറയാം. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് അതേപോലെ തന്നെ സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അല്ലേ. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്തെന്ന്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, അങ്ങനെ പറയാം അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് velocity is called magnitude of instantaneous velocity is called instantaneous speed. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം സ്പീഡിന് ഡയറക്ഷൻ ഇല്ല. സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഡ്. സ്പീഡിൽ ഡയറക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എന്തായി, വെലോസിറ്റി ആയി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് എന്ത് പറയാം, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പീഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അതിനെ നമുക്ക് എന്ത് പറയാം, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, how instantaneous velocity is represented, okay, what is the slope of position time graph of a object, okay, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് യൂണിഫോം മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യൂണിഫോം മോഷൻ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. when a body covers equal distance in equal interval of time, ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്, അത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നതാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. അപ്പോൾ ഈ യൂണിഫോം മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് ആയിരിക്കും. സ്പീഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം എന്നാണ് പറഞ്ഞത്. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. സോ സ്പീഡ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ഇൻ യൂണിഫോം മോഷൻ. സ്പീഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. യൂണിഫോം മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ മേ ബി അല്ലേ. ഇപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു മോഷൻ ഉണ്ട്, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ യൂണിഫോം മോഷനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സ്പീഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയാം. സോ ഈ കാര്യങ്ങൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി യൂണിഫോം മോഷനിൽ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം യൂണിഫോം മോഷനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ്, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എൻറ്റയർ ജേർണി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും ഒരേ സ്പീഡല്ലേ ഉണ്ടാവുക. കാരണം എന്താണ്, യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്താ, സ്പീഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. സോ ഏത് പെർട്ടിക്കുലർ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും സ്പീഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഏത് ഇൻസ്റ്റൻറ്റിൽ എടുത്തു കഴിഞ്ഞാലും ടോട്ടൽ സ്പീഡിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും, ഒരു വാല്യൂ കിട്ടുക. സോ ആവറേജ് വെലോസിറ്റി is equal to instantaneous velocity. ഏതിൻ്റെ കേസിൽ, യൂണിഫോം മോഷനിൽ ആവറേജ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി.
ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് നമ്മളെ പ്രോബ്ലം. ലുക്ക് അറ്റ് ദി ഗ്രാഫ് എ ടു ഡി ആൻഡ് സ്റ്റേറ്റ് വിത്ത് റീസൺ which of these cannot possibly represents one dimensional motion. അപ്പോൾ കുറച്ച് ഗ്രാഫ്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. എ, ബി, സി ആൻഡ് ഡി. ഈ ഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ വിത്ത് റീസൺ നിങ്ങൾ പറയണം ഏതാണ് കനോട്ട് പോസിബിളി റെപ്രസെൻറ്റ്സ് വൺ ഡയമെൻഷനൽ മോഷൻ. വൺ ഡയമെൻഷനൽ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഗ്രാഫുകൾ ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാഫ്സ് നോക്കുക. ഫസ്റ്റ് ഗ്രാഫ് നോക്കുക. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എക്സ് ആക്സിസിൽ ഇവിടെ ടൈമാണ് എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് പൊസിഷനാണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഫസ്റ്റ് വൺ, എ ഗ്രാഫ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗ്രാഫിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ രീതിയിലൊരു ഷേപ്പാണ് തന്നിട്ടുള്ളത്. നമ്മളൊരു പെർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തിട്ടുണ്ട് ഈ ഗ്രാഫിൽ, ഒരു പെർട്ടിക്കുലർ ടൈം T1 എന്ന് കൊടുക്കുക. ഈ T1 എന്നുള്ള ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പൊസിഷൻ, രണ്ട് പൊസിഷൻ കിട്ടും. അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് ഇതാ, ഒന്ന് ഈ വാല്യൂ നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതേപോലെ രണ്ടാമത് നമുക്ക് വേറൊരു വാല്യൂ കിട്ടും. x1 കിട്ടുന്നുണ്ട്, x2 കിട്ടുന്നുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് രണ്ട് പൊസിഷൻ കിട്ടുന്നുണ്ട്. എക്സ് ആക്സിസിൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, x1 x2. ശ്രദ്ധിക്കണേ, ഒരേ സമയത്ത് നമുക്ക് രണ്ട് പൊസിഷൻ കിട്ടുന്നുണ്ട്. ഈസ് ഇറ്റ് പോസിബിൾ? അല്ലേ, അത് പോസിബിൾ ആണോ? ഒരേ സമയം നമുക്ക് രണ്ട് പൊസിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഒരേ സമയം ഒരു പൊസിഷനല്ലേ വൺ ഡയമെൻഷണൽ മോഷനിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഒരു പൊസിഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. രണ്ട് പൊസിഷൻ, ടു പൊസിഷൻ അല്ലേ, നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം ടു പൊസിഷൻസ് ഫോർ എ പർട്ടിക്കുലർ ടൈം is not possible. ടു പൊസിഷൻ അല്ല, വൺ മോർ പൊസിഷൻ എന്തല്ല, പോസിബിൾ അല്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഒരു പൊസിഷനേ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് വേറൊരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് എന്തല്ല, ഒരേ രണ്ട് പൊസിഷൻസ് എന്തല്ല, പോസിബിൾ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദി ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ. ഞാനിവിടെ തെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബി ഗ്രാഫ് ശ്രദ്ധിക്കുക. ബി ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമാണ് തന്നിരിക്കുന്നത്, വൈ ആക്സിസിൽ പൊസിഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ പോസിറ്റീവ് വൈ ആക്സിസിൽ കിട്ടുന്നുണ്ട്, അതേപോലെ നെഗറ്റീവ് വൈ ആക്സിസിൽ ഒരു പൊസിഷൻ കിട്ടുന്നുണ്ട്, x1 x2. സോ ഒരു പർട്ടിക്കുലർ ടൈമിൽ വീണ്ടും നമുക്ക് രണ്ട് പൊസിഷൻസ് കിട്ടുകയാണ് അല്ലേ. രണ്ട് പൊസിഷൻ പോസിബിൾ ആണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ, പോസിബിൾ അല്ല. സോ ഗ്രാഫ് ബി എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇനി മൂന്നാമത്തെ ഗ്രാഫിലേക്ക് വരാം, ഗ്രാഫ് സി. അപ്പോൾ ഗ്രാഫ് സി എക്സ് ആക്സിൽ ടൈമാണ്, വൈ ആക്സിസിൽ സ്പീഡാണ്. സ്പീഡ് എന്താണെന്നൊക്കെ നമുക്കറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് എന്തെന്ന്, സ്പീഡ്. ഓക്കെ, ഇവിടെ ഞാനൊരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ല ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്പീഡിനൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല അല്ലേ. ഇനി ഞാൻ ടൈം 0 എടുത്തപ്പോൾ സ്പീഡ് എന്തായിട്ടുണ്ട്, സ്പീഡ് നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. സ്പീഡിന് നെഗറ്റീവ് വാല്യൂ പോസിബിൾ ആണോ? ടൈം 0ൽ സ്പീഡ് നെഗറ്റീവാണ്. സ്പീഡ് നെഗറ്റീവ് ആവുമോ? സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. കാരണം സ്പീഡ് എന്താണ്, സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, 0 അല്ലേ, ഏത് വാല്യൂസും പോസിബിൾ ആണ്. പക്ഷേ മോഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യില്ല, സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ് അല്ലേ. സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. സോ ദിസ് ഗ്രാഫ് സി എന്തല്ല, പോസിബിൾ അല്ല, ബിക്കോസ് സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. ഇനി നാലാമത്തെ ഗ്രാഫിലേക്ക് വരാം. നാലാമത്തെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിസ്റ്റൻസ്. പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് രണ്ടും എന്താണ്, സെയിം ആണ് അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്.
പിന്നെ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഞാനൊരു യാത്ര പോവാണ് അല്ലേ, ടോട്ടൽ പാത്ത് ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുക അല്ലേ. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് പിന്നെ ഞാൻ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഡിക്രീസ് ആവും. ഡിസ്റ്റൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക. ഡിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. പിന്നെ ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി ഡിക്രീസ് അല്ലെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിക്രീസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആർക്കില്ല, പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനില്ല. പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേർണിയിൽ ഇൻക്രീസ് ചെയ്ത് പോകത്തേ ഉള്ളൂ അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിക്രീസ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. പക്ഷേങ്കിൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. സോ ഗ്രാഫ് സി ഈസ് ഓൾസോ നോട്ട് പോസിബിൾ അല്ലേ. ഡിസ്റ്റൻസ് കനോട്ട് ഡിക്രീസ് അല്ലേ, ഡിസ്റ്റൻസ് എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. മോഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യില്ല, ഡിക്രീസ് ചെയ്യില്ല. സോ ഈ 4 ഗ്രാഫും എന്തല്ല, പോസിബിൾ അല്ല. നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദീസ് കനോട്ട് പോസിബിളി റെപ്രസെൻറ്റ്സ് വൺ ഡയമെൻഷണൽ മോഷൻ. ഗ്രാഫ് എ ബി സി ആൻഡ് ഡി ആർ നോട്ട് പോസിബിളി റെപ്രസെൻറ്റ്സ് വൺ ഡയമെൻഷണൽ മോഷൻ. ഒരു ഗ്രാഫ് എന്ത് ചെയ്യുന്നില്ല, വൺ ഡയമെൻഷണൽ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഗ്രാഫ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഈ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്ന ഗ്രാഫ്സ് ഒന്നും ആർക്ക് വരില്ല, വൺ ഡയമെൻഷണൽ മോഷനിൽ വരില്ല. നിങ്ങളൊരു ടൈമിൽ 2 പൊസിഷൻ ഉണ്ടെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ ആവില്ല. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, വൺ ഡയമെൻഷണൽ മോഷൻ ആവില്ല. സ്പീഡ് നെഗറ്റീവ് ആകുന്ന വാല്യൂസ് എന്ത് വരില്ല, വൺ ഡയമെൻഷണൽ മോഷനിൽ വരില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഗ്രാഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വെലോസിറ്റി എന്താണ്, സ്പീഡ് എന്താണ്, അത് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ആണ്. എന്താണ് ആക്സിലറേഷൻ? സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് velocity of an object with time. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആക്സിലറേഷൻ എന്ന് പറയുക. സോ ആക്സിലറേഷൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ എ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് ആക്സിലറേഷൻ. ഇപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലേ, വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ, ആക്സിലറേഷൻ ഉണ്ടാവൂ അല്ലേ. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതില്ല. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ആക്സിലറേഷൻ എന്തുണ്ടാകുന്നുണ്ട് അല്ലേ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഈസ് കോൾഡ് ആക്സിലറേഷൻ. അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാമെന്നറിയോ, വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, വി എന്താണ്, ഫൈനൽ വെലോസിറ്റി. അതേപോലെ യു ഇനീഷ്യൽ വെലോസിറ്റിയാണ്, യു ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ആക്സിലറേഷൻ. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ടൈം വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആ ടൈം ഇൻ്റർവെൽ, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും അല്ലേ. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണെന്നറിയോ, യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് ആക്സിലറേഷൻ്റെ യൂണിറ്റ്. കാരണം വെലോസിറ്റീൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ബൈ ഒരു സെക്കൻഡും കൂടി വരും. കാരണം വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്, ബൈ ഒരു സെക്കൻഡും കൂടി വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഡയമെൻഷൻ, ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ
എം എൽ ടി റൈസ് ടു മൈനസ് ടു ആണ്. എം എൽ ടി റൈസ് ടു മൈനസ് ടു. ഓക്കെ, എം എൽ ടി റൈസ് ടു മൈനസ് ടു അല്ല, എൽ ടി റൈസ് ടു മൈനസ് ടു. എം കൊടുക്കുന്നുണ്ടെങ്കിൽ എം റൈസ് ടു 0 എന്ന് കൊടുക്കണം അല്ലേ? കാരണം മീറ്ററിൻ്റെ അല്ലേ, മീറ്ററിൻ്റെ ഡയമെൻഷൻ, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എല്ലാണ്, സെക്കൻഡ് അല്ലെ ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. സോ എൽ ടി റൈസ് ടു മൈനസ് ടു, എൽ ടി റൈസ് ടു മൈനസ് ടു ആണ് എന്തെന്ന് ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ, വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ, വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ യൂണിഫോം ആക്സിലറേഷൻ. എപ്പോഴാണ് നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് പറയുക? നമ്മൾ നേരത്തെ യൂണിഫോം മോഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം കവർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിഫോം മോഷൻ എന്ന് പറയുക. അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരുന്നു? സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയണമെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഓരോ ഇൻ്റർവൽ ഓഫ് ടൈമിലും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്തെന്ന്? യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം? എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, amount of change in velocity is equal in equal interval of time. അതിനെയാണ് നമ്മൾ വിളിക്കുക എന്തെന്ന്? യൂണിഫോം ആക്സിലറേഷൻ. സോ യൂണിഫോം ആക്സിലറേഷനിൽ വെലോസിറ്റി എന്തായിരിക്കും? ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ആദ്യം ഒരു 2 സെക്കൻഡ്സിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അടുത്ത 2 സെക്കൻഡിൽ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി 10 ആയിരിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി 20 ആയിരിക്കും. എന്നാൽ മാത്രമേ 10 ചേഞ്ച് ഉണ്ടാവും. അടുത്ത ഇൻ്റർവെല്ലിൽ എന്തായിരിക്കും? 30 ആയിട്ടുണ്ടാവും. കാരണം ചേഞ്ച് എപ്പോഴും എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ശ്രദ്ധിക്കണേ, ആദ്യം വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത സെക്കൻഡിൽ, ഫസ്റ്റ് സെക്കൻഡിൽ 2 സെക്കൻഡിൽ വെലോസിറ്റി എത്രയായിരിക്കും? 20. അടുത്ത സെക്കൻഡിൽ 3 സെക്കൻഡിൽ എത്രയായിരിക്കും? 30. അടുത്ത സെക്കൻഡിൽ എത്രയായിരിക്കും? 40. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ 10 ആണ് ഒരു സെക്കൻഡിൽ. അടുത്ത സെക്കൻഡിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി 10 ആണ്. അടുത്ത സെക്കൻഡിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി 10 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈക്വൽ ചേഞ്ച് ഇൻ, എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ യൂണിഫോം ആക്സിലറേഷനിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂണിഫോം ആക്സിലറേഷനിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്നത് യൂണിഫോം ആക്സിലറേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, സോ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആവറേജ് ആക്സിലറേഷൻ ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. നമ്മൾ നേരത്തെ കുറേ ക്വാണ്ടിറ്റീസിൻ്റെ ആവറേജ് പഠിച്ചിട്ടുണ്ട്, ആവറേജ് വെലോസിറ്റി, അതേപോലെ ആവറേജ് സ്പീഡ്, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് പറയാനുള്ളതാണ് എന്തെന്ന്? ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ, ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു? ടോട്ടൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ഇവിടെ ആവറേജ് ആക്സിലറേഷൻ എന്തായിരിക്കും? ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നേരത്തെ x2 മൈനസ് x1 എടുത്തില്ലേ പൊസിഷന് അല്ലേ? പൊസിഷൻ ഡിഫറൻസിന് x2 മൈനസ് x1 എടുത്തു. ഇവിടെ ചേഞ്ചിന് വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ? v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഇതിന് നമുക്ക് മാറ്റിയിട്ട് എന്ത് എഴുതാം? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. നമ്മൾ നേരത്തെ ചേഞ്ച് ഇൻ പൊസിഷന് ഡെൽറ്റ എക്സ് എന്നെടുത്തില്ലേ വെലോസിറ്റിൻ്റെ കേസിൽ? ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഡെൽറ്റ വി. ചേഞ്ച് ഇൻ വെലോസിറ്റിക്ക് പകരം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ശരിക്കും ശ്രദ്ധിക്കണേ, ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ആവറേജ് ആക്സിലറേഷൻ. ഓക്കെ, ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇനി ഇതേപോലെ നമുക്ക് എന്ത് പഠിക്കണം? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അല്ലേ? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആക്സിലറേഷൻ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. നേരത്തെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പഠിച്ചപ്പോൾ വെലോസിറ്റി ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആയിരുന്നു. ഇപ്പോൾ എന്തായിരുന്നു? ആക്സിലറേഷൻ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിനെ വിളിക്കുന്ന പേരാണെന്തെന്ന്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ വരിക? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി, ഇതെന്താ വായിക്കുക? ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാ വായിക്കുക. ഡെൽറ്റ ടി എങ്ങോട്ടേക്ക് അടുക്കുന്നു? 0ലേക്ക് അടുക്കുന്നു. അത്രയും ചെറിയ ഇൻ്റർവെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത്രയും ചെറിയ ടൈം ടേക്കണിലുള്ള ആക്സിലറേഷനാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെയുള്ള ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വളരെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡെൽറ്റ ടി എങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നത്? 0ലേക്ക് അടുപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മക്കളെ, ഈ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്തായിരുന്നു? ആവറേജ് ആക്സിലറേഷൻ ആയിരുന്നു. സോ ലിമിറ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ വെൻ ഡെൽറ്റ ടി അല്ലേ, ടൈം ഇൻ്റർവെൽ ബിക്കംസ് ഇൻഫൈനിറ്റ്സിമലി സ്മോൾ, വളരെ ചെറുതാവുമ്പോൾ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ബിക്കംസ് 0 എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്താണ്? നമുക്ക് എന്തും കൂടി പറയാം. ഇറ്റ് ഈസ് ദി ആവറേജ് ആക്സിലറേഷൻ, ലിമിറ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ വെൻ ഡെൽറ്റ ടി ബിക്കംസ് 0 അല്ലെ? ലിമിറ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ വെൻ ഡെൽറ്റ ടി ബിക്കംസ് 0 അല്ലെ? ഡെൽറ്റ ടി ബിക്കംസ് ഇൻഫൈനിറ്റ്സിമലി സ്മോൾ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇതിനെ നമുക്ക് എന്തും കൂടി എഴുതാം? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. നേരത്തെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കൊടുത്തില്ലേ? അതേപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. നേരത്തെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതേപോലെ നമുക്ക് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അറ്റ് എനി പോയിന്റ് അല്ലേ, അത് ഒരു പോയിന്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ ആ പോയിന്റിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആ പോയിന്റിൽ എന്ത് വരച്ചാൽ മതി? അതിന് സ്ലോപ്പ് വരച്ചാൽ മതി. ഈ സ്ലോപ്പ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് എടുക്കുക, ഏത് ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്താലാണ് നമുക്ക് വെലോസിറ്റി കിട്ടുക, ആക്സിലറേഷൻ കിട്ടുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് അറ്റ് എ പോയിന്റ് റെപ്രസെൻറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫിന് ഞാൻ വി ടി ഗ്രാഫ് എന്ന് കൊടുക്കുന്നു. സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? എന്താണ് ആക്സിലറേഷൻ? വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ? വാട്ട് ഈസ് ആവറേജ് ആക്സിലറേഷൻ? വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ? ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും, ആരും പേടിക്കേണ്ട. റിട്ടാർഡേഷൻ എന്നുള്ള ഒരു ടേമും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു, അതേപോലുള്ള ഒരു ടേമാണ് റിട്ടാർഡേഷൻ ആക്സിലറേഷൻ തന്നെയാണ്, പക്ഷേ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, ആക്സിലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസസിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് വാല്യൂ അല്ല കിട്ടുക. സോ ഇങ്ങനെ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസസിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ഓക്കെ, സോ റിട്ടാർഡേഷൻ എന്താണ്? നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ഓഫ് ആക്സിലറേഷൻ ആണ് എന്തെന്ന്? റിട്ടാർഡേഷൻ. സോ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിട്ടാർഡേഷൻ വരുന്നത്. സോ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷനിൽ ഉപയോഗിക്കുന്ന, നമ്മൾ വേറെ നെഗറ്റീവ് കിട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്തെന്ന്? റിട്ടാർഡേഷൻ. സോ റിട്ടാർഡേഷൻ എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ വെലോസിറ്റി, ആക്സിലറേഷൻ ഇതൊക്കെ ക്ലിയർ ആയി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറേ ഗ്രാഫ് ഡിസ്കസ് ചെയ്യാനുണ്ട്.
പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഈ ഗ്രാഫുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ്, യൂണിഫോം മോഷൻ എന്താണ്, യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്നൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഗ്രാഫ് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.